രുദ്രൻ. ആമിക്ക് തറവാട്ടിലേക്ക് പോകാനുള്ള താല്പര്യം കാണുമ്പോൾ എനിക്ക് ദേഷ്യം എരിഞ്ഞ് കയറി വരുന്നുണ്ട്. മുത്തശ്ശിയും മുത്തച്ഛനും ഒഴികെ ബാക്കി ഒന്നിനെയും കണ്ണെടുത്താ കണ്ടുകൂടാ. കുറച്ചു നേരം സംസാരിച്ചിരുന്നു. പിന്നെ ആദി അമ്മ വിളിച്ചപ്പോൾ പോയി. കുറച്ച് ജോലി പെൻഡിങ് ഉണ്ടായതുകൊണ്ട് ഞാനും റൂമിലേക്ക് വിട്ടു. വർക്ക് ഏകദേശം തീരാറായപ്പോഴാണ് ലാപ്പിൽ നിന്ന് തല പൊന്തിച്ചത്. ഡോറിൽ ചാരി നിന്ന് എൻ്റെ പുന്നാര ഭാര്യ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ട് ചിരിക്കാതിരിക്കാൻ പാടുപെട്ടു. ഞാൻ കണ്ടെന്നു മനസ്സിലായതുകൊണ്ട് പെണ്ണ് അടങ്ങി നല്ല കുട്ടിയായി വന്നു കിടന്നു. അവള് എന്ത് കോപ്രായമാണ് കാട്ടിയെന്ന് മനസ്സിലായോ? ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാനാണെന്ന് തോന്നുന്നു. ഒറ്റക്കാലിൽ നിന്ന് നൃത്തം വെക്കുക. ഇവളെ പോലെ ഒരു പൊട്ടി അവള് മാത്രമേ ഉള്ളൂ. വർക്ക് തീർത്തിട്ട് അവളുടെ അടുത്തേക്ക് പോയി കിടന്നു. പുറം തിരിഞ്ഞാണ് കിടപ്പ്. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ കണ്ടെന്നാകുമ്പോൾ നേരെ കിടക്കും. അത് ശരി, എനിക്ക് പണി തരണമെന്ന് പറഞ്ഞ ആളല്ലേ, അങ്ങനെ വെറുതെ വിടാൻ പറ്റൂലല്ലോ. ഒന്ന് പേടിപ്പിക്കാം. അതും കരുതി അവളിലേക്കൊന്ന് ചേർന്ന് അവളുടെ വയറിലൂടെ ചുറ്റി വരിഞ്ഞു കിടന്നു. അപ്പോഴേക്കും അവളൊന്ന് ശ്വാസം വലിച്ചു നിവർന്നു. അപ്പോ പേടിയൊക്കെ ഉണ്ടല്ലേ? പതിയെ തിരിഞ്ഞു നോക്കിയതും കണ്ണുകൾ തമ്മിൽ ഉടക്കി. പെട്ടെന്ന് തല വെട്ടിച്ച് കയ്യിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഒന്നും കൂടെ മുറുകെ പിടിച്ചു. വിട്. ഓഹ്, ഇപ്പോഴാ നാവ് പൊന്തുന്നത്. ഇല്ലെങ്കിൽ വിടന്നെ. വിട്ടില്ലെങ്കിൽ എന്താടി? ചെവിക്കടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ പെണ്ണൊന്ന് കുറുകി അടങ്ങിക്കിടന്നു. തിരിച്ച് കിടത്തിയപ്പോൾ അവളുടെ ഹാർട്ട് ഇപ്പം പൊട്ടുമെന്ന പോലെ ഇടിക്കുന്നുണ്ട്. അവളെ നെഞ്ചിലേക്കിട്ട് ചുറ്റി പിടിച്ച് കിടന്നു. നാളെ നേരത്തെ പോണം ഓഫീസിലേക്ക്. ഇന്നാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് പെണ്ണിനെ വിടാതെ കൂടുതലൊന്നും പറയുകയും ചെയ്യാണ്ട് വേഗം കണ്ണടച്ചു. ആമി. രാവിലെ എണീറ്റപ്പോൾ എൻ്റെ ഭർത്തുവിൻ്റെ കൈയിനുള്ളിലായിരുന്നു ഞാൻ. ആ മുഖം നോക്കി കുറച്ചു നേരം കിടന്നു. പിന്നെ വേഗം കുളിച്ച് താഴേക്ക് വിട്ടു. ആ, മോള് വന്നോ? ദാ ചായ. ആഹാ, സീതാമ്മ എപ്പോഴാ വന്നത്? ഇന്ന് രാവിലെ ഇങ്ങ് പോന്നു. അപ്പോൾ വർഷ പോയോ? ആ, അവള് പോയി. ഇങ്ങോട്ട് കൊണ്ടുവരാറുന്നില്ലേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നന്ദു പറഞ്ഞ് അത്യാവശ്യമൊക്കെ വർഷയെപ്പറ്റി അറിയാം. ആളൊരു പാവാണ്. അപ്പോൾ കാണാനും ഒരു പൂതി. അത് നേരാ. നിനക്ക് കൊണ്ടുവരാറുന്നില്ലേ സീതേ? അമ്മയാണ് കേട്ടോ ചോദിച്ചത്. അവൾക്കും ആമിമോളെ കാണണമെന്നുണ്ട്. എന്താ ചെയ്യാ, പെട്ടെന്ന് അവിടുന്ന് വിളിച്ചത്. അടുത്ത തവണ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നാണാവോ അടുത്ത വരവ്? അതെന്താ അമ്മേ, എപ്പോഴും ഒന്നും വരൂലേ? അതൊക്കെ കണക്കാമി. ചായ തണുക്കും. ആ, അത് മറന്നു. ചായയും എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ആമിയേ, എന്താ പണി? ഡാൻസ് കളിക്കുക കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ തമാശയാണല്ലേ? അല്ല, കോമഡി. രാവിലെ തന്നെ നിനക്ക് വട്ടായോ നന്ദു? അതിന് ഞാനെന്താ പറഞ്ഞേ? അൽ നിഷ്കുഭാവം വിത്ത് നന്ദു. ഒന്നുമില്ല എൻ്റെ നന്ദുയേ. രണ്ടുപേരും ചായയും കുടിച്ച് ആഘോഷം നോക്കിയിരുന്നു. പിന്നെയാണ് തറവാടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്നാ തറവാട്ടിൽ പോണേ? അറിയില്ല, അമ്മ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിനക്കെന്താ ഇത്രയ്ക്കും താല്പര്യം? എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല രസമല്ലേ? പിന്നെ ഞാൻ അവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഓ അങ്ങനെ. അവിടെ ചെന്നാലും അങ്ങനെ ആവണം. അതെന്താ അങ്ങനെ ഒരു വർത്താനം? ഏയ്, ഒന്നുമില്ല. എന്താടി പറ, എന്തേലും പ്രശ്നമുണ്ടോ അവിടെ? എന്തു പ്രശ്നം? ഒന്നുമില്ല. വാ, ഏട്ടൻ വന്നെന്നാ തോന്നുന്നത്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി. അതും പറഞ്ഞ് നന്ദു പോയി. എന്താണോ എന്തോ. ഭർത്തു കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങളും വേഗം പോയി ഇരുന്നു. അപ്പോഴേക്കും ആദിയും ലാൻഡായി. ഹായ് ഗായ്സ്. ആ, എത്തിയോ? കറക്റ്റ് ടൈമല്ലേ? കൈയും കഴുകി വന്നിരുന്നോണ്ട് ആദി ചോദിച്ചു. അതെ. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. നാളെ ഈവനിങ് തറവാട്ടിൽ പോകും. അമ്മേ? അത് കേട്ടതും ഭർത്തുവിൻ്റെ ടോക്ക്. ഒന്നും പറയണ്ട, പോകും. ഇന്ന് തന്നെ അത്യാവശ്യമുള്ളത് തീർത്തോളൂ. എൻ്റെ തീരുമാനം മാറ്റമില്ല. നാളെ ഈവനിങ്. ഇന്ന് വൈകുന്നേരം ആമിയെയും കൊണ്ട് അമ്പലത്തിൽ പോണം രുദ്ര. നിങ്ങളെല്ലാവരും കൂടെ പോയാൽ പോരെ അമ്മേ? പോരാ.
പിന്നെ കൂടുതലൊന്നും പറയാതെ ഭർത്തു കഴിച്ചുപോയി. കൂടെ ആദിയും. പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി. അപ്പോൾ നാളെ തറവാട്ടിൽ അവിടുത്തെ ആളുകളെക്കുറിച്ച് ഒരു നോട്ടൊക്കെ തന്നൂടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെന്ന് കയറിയാൽ തന്നെ മനസ്സിലായിക്കോളും. എന്നാലും ഒന്ന് പറ നന്ദു. ഇല്ല അമ്മേ, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാം. എൻ്റെ ഈശ്വര, അവിടെ അതിന് മാത്രം എന്താണാവോ എന്തോ. എല്ലാ ഭൂലോക കാര്യങ്ങളും ചർച്ച ചെയ്ത് ഞാനും നന്ദു റൂമിലേക്ക് പോന്നു. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നുപോയി. ആരോടും പറയാൻ പറ്റിയില്ല. അമ്മയ്ക്ക് വിളിച്ച് നാളെ പോണ കാര്യം പറഞ്ഞു. ഒരു കൊട്ട ഉപദേശവും കിട്ടി. എൻ്റെ പൊന്നു മോളല്ലേ, അവിടെ ചെന്ന് ചീത്തപ്പേര് കേൾപ്പിക്കരുത്, നല്ല കുട്ടിയായി നിന്നോണം. ഓ ആയിക്കോട്ടെ മോളെ, നിന്നെ കെട്ടിച്ച് വിട്ട വീട്ടുകാരുടെ തറവാട്ടിലേക്കാ, മര്യാദയോടെ പെരുമാറണം. എൻ്റെ പൊന്നമ്മേ, എൻ്റെ അമ്മയ്ക്ക് നല്ല പേര് മാത്രമേ ഉള്ളൂ ഞാൻ കേൾപ്പിക്കുക, പോരെ? അച്ഛൻ എവിടെ? ആ എന്നാ മതി, അച്ഛൻ അവിടെ കാളിലാണ്. എന്നാ ശരി അമ്മേ, അച്ഛൻ വന്നാൽ വിളിക്കേ. കോൾ കട്ടാക്കി നന്ദുവിനെയും വലിച്ച് അമ്മയുടെ അടുത്തേക്ക് വിട്ടു. മോള് പോയി ഒരുങ്ങിക്കോ, രുദ്രൻ ഇപ്പോൾ വരും. ഏട്ടൻ വന്നിട്ട് പോരെ അമ്മേ? ഇപ്പം തന്നെ വൈകി, ഇനി അവൻ്റെ കഴിഞ്ഞിട്ടൊക്കെ വേണ്ടേ? മോള് കഴിയുമ്പത്തേനും അവൻ വന്നോളും. ശരി അമ്മേ. വേഗം വന്ന് നീരാടി. അമ്പലത്തിലേക്കായോണ്ട് നല്ല പോലെ തന്നെ നീരാടി. ബ്ലൂ സെറ്റ് സാരി അമ്മ തന്നു. അത് ഇട്ട് മുടി പിന്നിക്കെട്ടി കുഞ്ഞു പൊട്ടും. ഐഷ്, അടിപൊളി, എന്താ ചെറുക്ക്. കണ്ണാടിക്ക് ഒരു ഉമ്മയും കൊടുത്ത് കണ്ണാടിയിൽ നോക്കി എല്ലാം സെറ്റല്ലേ എന്ന് ഉറപ്പിച്ച് തിരിഞ്ഞത് ഭർത്തുകൊണ്ട് വാതിലും ചാരി നിൽക്കുന്നു. പൂമുഖവാതിക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്ങളാണ് എൻ്റെ ഭർത്താവ്. മനസ്സിൽ പാടിയതാണ് കേട്ടോ. ഒരു ആക്കിക്കൊണ്ടുള്ള നിൽപ്പ് കാരണം അറിയാതെ പാടിപ്പോയതാ. മൂപ്പര് വന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി. എങ്ങനെയുണ്ട് നന്ദു? അടിപൊളി, താങ്ക്സ്. എൻ്റെ മോൾക്ക് കണ്ണ് തട്ടാതിരിക്കട്ടെ, അമ്മ പറഞ്ഞു. അമ്മയ്ക്കൊന്ന് പുഞ്ചിരിച്ചു കൊടുത്ത് സംസാരിച്ച് നിന്നപ്പോഴത്തേനും ഭർത്തു ലാൻഡി. അമ്മയെയും സീതാമ്മയെയും കെട്ടിപ്പിടിച്ച് നന്ദുവിനൊരു തല്ലും കൊടുത്ത് ഓടി കാറിൽ കയറി. ഇല്ലെങ്കിൽ ആ പരട്ട തിരിച്ചു തല്ലും. ഇനി ഞാൻ വളരെ നല്ല കുട്ടിയായിരിക്കും, കേട്ടല്ലോ എല്ലാവരും. ആദി. രുദ്രൻ അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് വേഗം പോയി. വർക്ക്സ് കുറച്ച് ലോഡ് ആയതുകൊണ്ട് നാളെ തറവാട്ടിൽ പോകേണ്ടതുള്ളതുകൊണ്ടും വർക്കൊക്കെ ഇന്ന് തന്നെ തീർക്കാൻ നിന്നു. ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് മാത്രം ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഇനി പോയി വന്നിട്ട് എല്ലാം ഒരുവിധം തീർത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു. എന്താ ആദി ലേറ്റ് ആയത്? നാളെ പോണ്ടേ, സോ ഉള്ളതൊക്കെ തീർക്കണമല്ലോ. ആ അത് വേണം. കഴിഞ്ഞോ? വിരോധമില്ലെങ്കിൽ ഒരു ചായ കൊണ്ടുവരാം. വിരോധമുണ്ടെങ്കിൽ എന്നാലും കൊണ്ടുവരാം. ഒന്ന് കൊണ്ടുവാ. നന്ദുവിനെ ചായ എടുക്കാൻ വിട്ട് അവൾ മാത്രം സിറ്റ് ഔട്ടിലിരിക്കുക. അമ്മമാരെ നോക്കിയപ്പോൾ ഹാളിൽ ഗൂഢാലോചനയാണ്. എന്താണ്? ഒരു ട്യൂണൊക്കെ ഇട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ എൻട്രി നടത്തി. നീ എപ്പോഴാ വന്നേ? ഇപ്പോ. എന്താ രണ്ടാളും കൂടെ? ഒന്നുമില്ല, എന്നാ ചായ. നന്ദു ചായയും കൊണ്ടുവന്നപ്പോൾ നല്ല സ്റ്റൈലിൽ അത് വാങ്ങി നേരെ നോക്കിയപ്പോൾ രണ്ടെണ്ണം ദാ ഞെട്ടി നോക്കുന്നു. എന്താ അമ്മേ? എൻ്റെ മോൾ ആദിക്ക് ചായ എടുത്ത് കൊടുത്തോ? ഓ കൊടുത്തു. കുടിക്കുന്നത് കാണുന്നില്ലേ? ഇതിപ്പോ എന്തു പറ്റി? പാവല്ലേ എന്ന് വിചാരിച്ച് കൊടുത്തതാ. എന്താ തിരിച്ചു വാങ്ങണോ? ആക്കിയത് പറ്റാത്തോണ്ട് മുഖം വീർപ്പിച്ച് നന്ദുവിൻ്റെ ചോദ്യം കേട്ടതും ഇനി കുടിച്ച ചായ അവൾ തിരിച്ചൊഴിക്കാൻ പറയുമെന്ന് പേടിച്ചു. എൻ്റെ അമ്മേ, വെറുതെ ടെററാക്കല്ലേ, ഇത് ഞാൻ കുടിച്ചു. അപ്പോൾ രണ്ടുപേരും ചിരിച്ചോണ്ടിരുന്നു. അവർ പോയോ? ആ പോയി. നാളെ എപ്പോഴാ പോണേ? വൈകുന്നേരം. എപ്പോഴാ കഴിയുന്നതപ്പോൾ? സീതാമ്മ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയി വാ. സീതാമ്മേ വാ. ഇല്ല മോളെ. അതെന്താ വയ്യായേ? ഇല്ലടാ വാ. അന്നോടല്ലേടി ഇല്ല എന്ന് പറഞ്ഞു കൊതുകെ. സീതാമ്മ ഇല്ലെന്ന് പറഞ്ഞിട്ടും അവളുടെ ചോദ്യം കേട്ടില്ലേ? തന്നോട് ചോദിച്ചടാ കോന്ത. സീതാമ്മയ്ക്ക് നിന്റെ ചോദ്യം കേട്ട് ചടച്ചു. അതിന് തനിക്കെന്തറ കോന്ത? നീ പൊടി തവളെ കൊതുകെ. അത് തൻ്റെ മറ്റവളെ പോയി വിളിക്കടാ. എൻ്റെ മറ്റവള് നിന്നെപ്പോലെ അല്ലേടി കൊതുകെ. നീ പൊട മരത്തലയാ. കൊതുകെ, നിന്റെ കുട്ടികളുടെ തള്ളയുടെ കെട്ടിയോൻ. അത്
ഞാനല്ലേ? ആ, നീ തന്നെ. അത് നിന്റെ നാത്തൂൻ്റെ കെട്ടിയോൻ്റെ പെങ്ങൾ. അത് ഡാ കോന്താ, പോടി തവളെ. അതും പറഞ്ഞതും അവൾ ചാടി എണീറ്റു, മുടി പിടിച്ചു വലിച്ചു. ആ, കുരിപ്പ് വിടടി. ഇല്ലടാ, എന്താ വിളിച്ചേ? സോറി പറ. നിന്നോടോ? പറഞ്ഞത് തന്നെ, മര്യാദയ്ക്ക് വിട്ടോ. ഇല്ലടാ മരമാക്രി. ഇവളെ ഇന്ന് എവിടെ? രണ്ടും ഈ രാജ്യക്കാരി പോലും അല്ലെന്ന മട്ടിലിരിപ്പ്. അമ്മയുടെ മോളെ ഞാൻ തന്നെ തട്ടും. നിനക്ക് വേണ്ടെങ്കിൽ തട്ടിക്കോ, അമ്മ ഈ ഒരു എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞു. ഹാ, അതുകൊണ്ട് മാത്രമാണ് ഈ കുരുപ്പ് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ കൈയും കാലും തല്ലി ഒഴിച്ചിട്ടേനെ. പറഞ്ഞു കഴിഞ്ഞിട്ടാ എന്താ പറഞ്ഞെന്ന ബോധം വന്നത്. കുരുപ്പ് ഒരുമാതിരി നോട്ടം നോക്കുന്നുണ്ട്. അമ്മയും സീതാമ്മയും സ്ഥലം കാലിയാക്കി അവളെ പിടിച്ച് മടിയിൽ അങ്ങിരുത്തി. അല്ല പിന്നെ, അരയിലൂടെ ചുറ്റി പിടിച്ചതും പെണ്ണ് കണ്ണും തള്ളി നോക്കി. മുടിയിൽ നിന്നുള്ള പിടി വിട്ടു. ഇത്രയും നേരം ദേഷ്യത്തിൽ നിന്ന പെണ്ണല്ലേ ഇപ്പോ? അവളിലെ പിടി മുറുക്കി ഒന്നുകൂടി എന്നിലേക്ക് ചേർത്ത് നിർത്തി. കണ്ണുകൾ പിടയ്ക്കുന്നുണ്ട്. എന്തിനാ? അത് പെട്ടെന്ന് ഒരാളുമായി അടുക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ? അതോ എന്നോട് മാത്രമാണോ? കുറേയേറെ ചോദ്യങ്ങളുണ്ട്. എല്ലാം മാറ്റി നിർത്തി അവളിലേക്ക് അടുത്തു. ഉമ്മിനീർ ഇറക്കുന്നത് ചങ്കിലെടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു 100 ഇഴ വ്യത്യാസത്തിൽ അവളുടെ മുഖത്തോടടുത്തു. രണ്ടും തല്ലുകൂടൽ നിർത്തി. ഇങ്ങ് വാ. അമ്മയുടെ ശബ്ദം കേട്ടതും പിടഞ്ഞു മാറി. എന്താ ഇപ്പൊ സംഭവിച്ചത് എന്ന മട്ടിൽ മുഖത്തോട് മുഖം നോക്കി നിന്നു. പിന്നെ ഒറ്റ ഓട്ടായിരുന്നു നന്ദു. പിന്നാലെ തലയൊന്ന് കുടഞ്ഞു ഞാനും. കഴിഞ്ഞില്ലേ? എന്ത്? ഞെട്ടിക്കൊണ്ട് നന്ദു ചോദിച്ചതും അവളെ നോക്കി നിന്നു. മുഖത്ത് എന്തിനോ ഒരു പിടച്ചിലുണ്ട്. അത് ശരി, നിങ്ങളല്ലേ വഴക്കിട്ടത്? എന്തായാലും ഇങ്ങ് പോര്. അത് മറന്ന സ്ഥിതിക്ക്. ആ, എന്തിനാ അമ്മ വിളിച്ചത്? ഇപ്പോഴാ ചോദിക്കാൻ ഒരവസരം കിട്ടിയത്. എന്ത് കല്യാണം? ആരുടെ? എടാ പൊട്ടാ, രുദ്രൻ്റെയും ആമിയുടെയും കല്യാണം. അതിൻ്റെ രുദ്രൻ്റെ ഭാഗം ഞങ്ങൾക്കറിയില്ലല്ലോ. അത് പറയാൻ. അത് അമ്മേ, അത് പറയണോ? പിന്നെ പറയാതെ. കുറെ ആയില്ലേ അത് അറിയാഞ്ഞിട്ട്. ഒരു സമാധാനം ഇല്ലടാ. പറയാം. സ്റ്റാർട്ടിങ് ഒരു ഇടവഴിയിലെ റോഡ്, സൈഡിൽ നിന്നാണേ. അതെന്താ? ഓ, കഥയിൽ നോ ഡൗട്ട്, നോ ക്വസ്റ്റ്യൻ. അങ്ങനെയാണേൽ പറയാം. ഇടയ്ക്ക് കയറി ചോദിച്ചാൽ പറയാനുള്ള മൂഡ് കളയോ. അല്ലെങ്കിൽ രണ്ടാളും തലയാട്ടി മിണ്ടാതിരുന്നു. നന്ദു പിന്നെ പ്രത്യേകിച്ച് ഭാവമൊന്നും ഇല്ലാതെ ഇരിപ്പുണ്ട്. ആദി ഈവനിങ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന വഴി റോഡ് ബ്ലോക്കായി. കാത്തിരിഞ്ഞു മുഷിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് കട്ടിലൂടെ കയറി. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പിന്നാലെ ഒരു വാൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. എടാ രുദ്ര, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആ, ഞാൻ നേരത്തെ തന്നെ കണ്ടതടാ. റോഡിൽ നിന്ന് ആളൊഴിഞ്ഞ ഏരിയ മതി തല്ലിന്. എന്നിട്ട് ഇതുവരെ എന്താടാ പറയാഞ്ഞത്? നീ കണ്ടുപിടിക്കട്ടെ എന്ന് കരുതി. ഓ, മുഖം ചുളിച്ച് തിരിഞ്ഞിരുന്നു. അവൻ്റെ കോപ്പിലെ ടോൾക്ക്. ഒഴിഞ്ഞ ഏരിയ കണ്ടതും ബ്രേക്ക് ഇട്ടു. കാറിൽ നിന്നിറങ്ങി നല്ല സ്റ്റൈലായി ചാരി നിന്നു. അപ്പത്തേനും അവരും റെഡിയായി. ചോദ്യം പറയലാണോ തല്ലാണോ എന്തോ. ഞാൻ കാഴ്ചക്കാരനാണെന്ന് പറഞ്ഞ് കാറിന് പിന്നിൽ കയറി. അവരായി അവരുടെ പാടായി. എന്താ നിങ്ങളുടെ പ്രശ്നം? ആരാ പറഞ്ഞു വിട്ട ആൾ? ഇനിയൊന്നും പറയാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. നമുക്ക് തല്ല് സ്റ്റാർട്ടാക്കാം. രുദ്രൻ നല്ല സ്റ്റൈലായി ചോദിച്ചതും ലീഡർ എന്ന് തോന്നിക്കുന്ന ഒരുത്തൻ വേറെ ഒന്നിനോടും പോകാൻ ആക്ഷൻ ഇട്ടു. അവൻ ഓടി വന്നതേ അവനക്ക് ഓർമ്മയുള്ളൂ. പാവം തെറിച്ചു പോയി. നമ്മുടെ നായകൻ കൈ കുടയുന്നുണ്ട്. അപ്പോൾ അവൻ കടക്കണു. നമ്മൾ കണ്ടില്ലെങ്കിലും തല്ല് നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട്. വീണിട്ടും വാങ്ങിയ ക്യാഷിന് നന്ദി കാണിക്കാൻ കുറേ എണ്ണം വീണ്ടും ഓടി കൈകുത്തി നിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അല്ല, അവർക്കെന്താ വട്ടാണോ? ഇമാതിരി തല്ല് കൊണ്ടിട്ടും നന്ദി കാണിക്കാൻ നിൽക്കുക. ഞെടിച്ചുകൊണ്ട് ഒരു പെണ്ണിൻ്റെ ശബ്ദം. ദേ, നമ്മുടെ ചെക്കൻ്റെ കയ്യിൽ ഒരു പെൺകൊച്ച്. രുദ്രൻ കാര്യമായി തന്നെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ പിന്നിലൂടെ ചവിട്ടിയത്. പിന്നെ അവനിട്ട് പൊട്ടിച്ചു. മുഖം നോക്കി ഒന്ന് കൊടുത്തതും അവൻ ചെരിഞ്ഞു പോയി. 2 പെൺകുട്ടികളുടെ നേരെ പോയി. 2 പേരും 2 സൈഡിലേക്ക് മാറി നിന്നു. ഒരു പെൺകുട്ടി വീഴാൻ പോയതും അവളെ പിടിച്ചു വലിച്ച് കയ്യിൽ താങ്ങി നിർത്തി. പേടിച്ച് 2 കൈയും കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചാണ് നിൽക്കുന്നത്.
നിലത്തോട്ട് വീണില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ പതിയെ കൈമാറ്റി. ഇറുക്കി അടച്ച കണ്ണുകൾ പതിയെ തുറന്നു. ഒരു പിടച്ചിലോടെ എന്നെ നോക്കി. ഒരു നിമിഷം ചുറ്റുമുള്ളതെല്ലാം മറന്ന് ആ കണ്ണിൽ ലയിച്ചു പോയി. വിറയ്ക്കുന്ന ചുണ്ടുകളും ചെറിയ മുഖവും. ആമി. അവളുടെ കൂടെയുള്ള പെൺകുട്ടി അത് ചോദിച്ചപ്പോഴാണ് ബോധം വന്ന് അവൾ നേരെ നിർത്തിയത്. നിനക്ക് ഒന്നും പറ്റിയില്ലല്ലോ? ഇല്ലടാ. നിനക്കോ? ഇല്ല. വാ. അതും പറഞ്ഞ് അവളെയും വലിച്ച് മറ്റേ കുട്ടി നടന്നു. ഡാ, നിനക്കൊന്നും. അവർ പോയ വഴിയെ നോക്കി നിൽക്കെ ആദി വന്നു. ഇല്ല, എനിക്കൊന്നുമില്ല. അവരൊക്കെ സ്ഥലം കാര്യാക്കി. നീ വാ. അധിക നേരം അവിടെ നിൽക്കാതെ വേഗം വീട്ടിലേക്ക് വിട്ടു. അമ്മ കാണാതെ കയറി ഫ്രഷായി പോന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആദ്യമായി ഒരു പെണ്ണിൻ്റെ മുഖം മനസ്സിലോട്ട് വന്നു. അവള് തല്ലിനിടെ കണ്ട അവളുടെ കണ്ണുകൾ മനസ്സിൽ നിന്ന് മായുന്നില്ല. പിടയ്ക്കുന്ന മിഴികൾ വീണ്ടും വീണ്ടും മനസ്സിൽ തെളിയുന്നു. ഉറങ്ങാൻ കഴിയാതെ എണീറ്റിരുന്നു. നിനക്കെന്താ രുദ്ര? ഇതിനു മുമ്പ് നീ കണ്ടിട്ടില്ലേ പെണ്ണുങ്ങളെ? എന്താ ഇവളെ മാത്രം മറക്കാൻ കഴിയാത്തത്? അനാവശ്യമായി ചിന്തിക്കുന്നത് എന്തിനാ? ഓരോന്നും ചിന്തിച്ച് അവസാനം തലയണ തലയ്ക്ക് മുകളിൽ വെച്ച് ബെഡിൽ മുഖമമർത്തി കിടന്നു. രാവിലെ പതിവ് പോലെ വീണ്ടും ഓഫീസ് വർക്കുകളും വീടുമായി കഴിഞ്ഞുപോയി. പക്ഷേ വർക്കിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ കണ്ണുകൾ അതിൽ കുരുങ്ങിപ്പോയി. ഓഫ് ഷിറ്റ്. ദേഷ്യം വന്ന് ലാപ്പ് അടച്ച് ചെയറിൽ നിന്ന് എണീറ്റ് തലയിലും കൈവച്ച് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നടന്നു. ഇതെന്താ? നിനക്ക് എന്തു പറ്റി? ആ, നീ എപ്പോഴാ വന്നേ? കണ്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് ഒരു 2 മിനിറ്റ് ആയി കാണും. എന്താ ഇത്ര ടെൻഷൻ? ഏയ് ഒന്നുമില്ല. നീ ആരോടാ പറയുന്നത്? സത്യം പറഞ്ഞോ? ആദി. അത് പിന്നെ എന്താടാ ടെൻഷനാക്കാതെ കാര്യം പറ. എങ്ങനെ ഇവനോട് പറയുക? പറഞ്ഞാൽ തന്നെ പിന്നെ സ്വൈര്യം ഉണ്ടാകില്ല. പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല. രണ്ടും കൽപ്പിച്ച് ഒറ്റ തവണ കണ്ട അവളെക്കുറിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. സർ. ഓഹ്, നശിപ്പിച്ച്. യെസ്, കമ്മിങ്. പിന്നീട് പറയാനുള്ള ടൈം കിട്ടിയില്ല. വർക്ക് തന്നെ ധാരാളമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ തന്നെ പതിയെ അത് മറന്നു തുടങ്ങി. പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞില്ല. അന്ന് പ്രശ്നമുണ്ടാക്കിയവരെ പറ്റി അന്വേഷിച്ച് പ്രതീക്ഷിച്ച ആൾ തന്നെ വിവേക്. ഒരു ഡീൽ ഞങ്ങളുമായി വിദേശ കമ്പനി ഉറപ്പിച്ചു. അതാണ് അവൻ്റെ ഈഗോ ഉള്ളതുകൊണ്ട് അതിന് പ്രതികരിച്ചില്ല. വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിക്കുമ്പോഴാണ് ഒരു കോളേജിന് മുമ്പിൽ ഒരു കൂട്ടം. അതുകൊണ്ട് ബ്ലോക്കുമാണ്. ദേഷ്യം വന്ന് ഞാനും ആദ്യം ഇറങ്ങിച്ചെന്നു. ഏതോ ഒരുത്തൻ ഹീറോയിസം കാണിക്കുന്നുണ്ട്. ഒരുത്തനെ പൊതിരെ തല്ലി. അവിടെയുള്ള ഒരു പെണ്ണിനെ വലിച്ചു നടന്നു. അവനെ കണ്ടില്ലെങ്കിലും അവളെ കണ്ടു. ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണുകൾ വിടർന്നു. പക്ഷേ അപ്പോഴേക്കും അവൻ അവളെ കൊണ്ടുപോയി. നീ വരുന്നില്ലേടാ? ആ, വാ. അപ്പോൾ അവനോട് ഒന്നും പറയാതെ വീട്ടിൽ പോയി. ഫ്രഷായി വന്ന് കോഫി കുടിച്ചിരിക്കുമ്പോഴാണ് ആദ്യം ചോദിച്ചു, നീ എന്താ റോഡിൽ ആലോചിച്ച് നിന്നത്? എടാ, അത് എന്നേലും ഒന്ന് കാര്യം പറ. അന്നത്തെ പോലെ പോകല്ലേ. ഒരു പെണ്ണോ? ആദി ഉള്ള സൗണ്ടിലൊക്കെ പറഞ്ഞതും അവൻ്റെ വാ പൊത്തി. മെല്ലെ. ഏത് പെണ്ണ്? അറിയില്ല. പിന്നെ 2 തവണ കണ്ടു. പിന്നീട് അന്ന് കണ്ടതും അപ്പോൾ മുതൽ അവളെ ഓർക്കുന്നതും ഇന്ന് കണ്ടതും എല്ലാം പറഞ്ഞു. എല്ലാം കേട്ടതും ആദി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ബെഡിൽ കിടന്ന് എണീറ്റ് തല്ലിയുമൊക്കെ ചിരിച്ചോണ്ടിരുന്നു. എൻ്റെ രുദ്ര, എന്നാലും നീ. അത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ചിരിച്ചു. അതിന് മാത്രം ഞാനെന്താ പറഞ്ഞത്? ഡോ കലിപ്പിൽ വിളിച്ച് ഒരു ചവിട്ടും കൊടുത്തതും ചിരി അടക്കി പിടിക്കുന്നവനെ കണ്ട് പറയണ്ടായിരുന്നു എന്ന് തോന്നി.